എടാ മോനെ, ആവേശം വർഷങ്ങൾക്ക് ശേഷം ഈ രണ്ട് പടങ്ങളാണ് വിഷുവിന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും കിടിലൻ ബ്ലോക്ക് ബസ്റ്റേഴ്സ്. ഈ രണ്ട് പടത്തിലാണ് ഞാൻ ഇവിടെ റിവ്യൂ ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് ഒട്ടും സമയങ്ങൾ വേണ്ട, ആവേശത്തിലേക്ക് കിടക്കാം. ആവേശം റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ജിത്തു മാധവൻ, സ്റ്റാറിംഗ് ഫഹദ് ഫാസിൽ, ഹിപ്സ്റ്റർ, സജിൻ ഗോപു, മൻസൂർ അലിഖാൻ ആൻഡ് എ ഹോൾ ലോട്ട് മോർ. ജസ്റ്റ് ആസ് എ നെയിം സജസ്റ്റ്, ഒരു കിഡിലൻ ഫൺ ഫിൽഡ് ബാക്ക് ടു ബാക്ക് എന്റർടൈനർ. ഒരു ക്രൗഡ് ഫീൽഡ് ആയിട്ടുള്ള തിയേറ്ററിന്റെ ഇടയിൽ പോയി ഇന്ന് അത്രയധികം ആവേശത്തോടു കൂടി കണ്ടിരിക്കേണ്ട ഒരു പടം. ഇതിന്റെ സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ 3 പിള്ളേർ ബാംഗ്ലൂരിൽ ഒരു കോളേജിൽ പഠിക്കാനായിട്ട് വരുന്നു. അവരവിടെ കുറെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നു. ആ ഒരു ഇഷ്യൂവിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇവിടുത്തെ ലോക്കൽ ഗുണ്ടയായിട്ടുള്ള രംഗ എന്നുള്ള ആളെ സമീപിക്കുന്നു. ഈ രംഗ എന്നുള്ള ക്യാരക്ടർ ഈ 3 പേരുടെ ജീവിതം എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന് പറയുന്ന ഒരു പടമാണ് ആവേശം. വളരെ ചെറിയ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള ഒരു കഥയാണ് ഇതിന്റെ. പക്ഷെ സ്ക്രിപ്റ്റിലൂടെയും അതിന്റെ മേക്കിങ്ങിലൂടെയാണ് അത് അത്രയധികം എക്സെപ്ഷണൽ ആയിട്ട് വെച്ചേക്കുന്നത്. ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് പ്രേക്ഷകർ അത്രയധികം എന്റർടൈൻ ചെയ്യാനായിട്ട് ഈ പടത്തിനെ പറ്റുന്നുണ്ട്. ഈ ഒരു പടത്തിനെ ലിറ്ററലി മുമ്പോട്ട് കൊണ്ടുപോയത് ഫഹദ് ഫാസിൽ ആസ് രംഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ പ്ലോട്ട് ചെയ്തിരിക്കുന്ന രീതി, ആളെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഗ്രാഫും, ആളുടെ ആർക്കും, അയാളുടെ ആ ഒരു വേ ഓഫ് ടോക്കിങ്ങും, ആളുടെ ഒരു വേ ഓഫ് ഇന്ററാക്ഷൻസും, ആളുടെ ആ ഒരു ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ആക്ഷൻസും, ആളുടെ ആ ഒരു കരിസ്മയും, ആളുടെ ഡാൻസ് കളിക്കുന്നതും, അതുപോലെ തന്നെ ആളുടെ എടാ മോനെ എന്നുള്ള ആ ഒരു വിളിയും എല്ലാം തന്നെ അത്രയധികം എന്റർടൈനിങ് ആയിട്ട് ഈ ഒരു പടത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് ഫഹദ് ഫാസിലിന്റെ സ്ക്രീൻ പ്രസൻസ് മാത്രമാണ്. അസൈഡ് ഫ്രം ഹിം, ഹിപ്സ്റ്റർ ആൻഡ് ടീം എന്ന് പറഞ്ഞിട്ടുള്ള 3 പിള്ളേരുണ്ട്. അവര് 3 പേരും സൂപ്പർ ആയിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട്. കാരണം കൺസിഡറിംഗ് ദാറ്റ് ദിസ് ഈസ് ദ ഡെബ്യൂട്ട് ഫിലിം, അവർ അത്ര നന്നായിട്ട് തന്നെ ആ ക്യാരക്ടേഴ്സ് എന്താണ്, ആ ഒരു കോളേജ് പിള്ളേര്, ആ ഒരു പ്രായത്തിന്റെ ആ ഒരു യൂത്തും, അവരുടെ ചങ്കൂറ്റം, അവരുടെ ആ ഒരു പ്രായത്തിന്റെ പക്വതയും, അതൊക്കെ എല്ലാം നല്ല വൃത്തിക്ക് തന്നെ അത്രയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പൊളിയായിട്ടുള്ള സച്ചിൻ ഗോപു, നമ്മുടെ രോമാഞ്ചത്തിലത്തെ നിരൂപും, അതുപോലെ തന്നെ ജാനയമുള്ള സജിയായിട്ട് ഫഹദ് ഫാസിലിനോട് തന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ആളുടെ ബോഡി ഗാർഡ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ലൈഫ് കൊണ്ടുവന്ന സച്ചിൻ ഗോപിയുടെ പെർഫോമൻസ് ആണ്. ഇതിലൊരു സീൻ ഉണ്ട്, ഹൈവേയിൽ വെച്ച് തോക്ക് ഫയർ ചെയ്യുന്ന സീൻ. ആ ഒരു സീൻ കണ്ടിട്ട് ഫുൾ ക്രൗഡ് എറപ്റ്റ് ആയി. അതായത് അത്രയധികം മാജിക് ആളുടെ പെർഫോമൻസിലൂടെ നമുക്ക് കാണാൻ പറ്റും. വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള, അത്രത്തോളം ബീരോ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ ആ ഒരു സന്ദർഭത്തിലൂടെ ആ ഒരു മാറുന്ന ആളുടെ നേച്ചറും അതെല്ലാം ഇദ്ദേഹം നല്ല വൃത്തിക്കെടുത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒരു പടത്തിന്റെ എല്ലാവരുടെയും പെർഫോമൻസുകൾ തന്നെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു എന്റർടൈനിങ് നേച്ചർ ഫുൾ ഈ ഒരു പടത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിന്റെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി സമീർ താഹിർ, അദ്ദേഹത്തിന്റെ ആ ഒരു ഫ്രെയിംസ് എല്ലാം ആ ഒരു കളർഫുൾ ആയിട്ടുള്ള വൈബ് നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. പിന്നെ ഇതിന്റെ എഡിറ്റർ വിവേക് ഹർഷൻ, ഏകദേശം ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിൽ നിർത്തി തീർത്താൻ പറ്റുന്ന ഒരു പടം 2.5 മണിക്കൂറിലേക്ക് ആ ഒരു കട്ട്സും ഒരുപാട് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഏകദേശം 2.5 മണിക്കൂർ 2.25 മണിക്കൂർ സ്ട്രെച്ച് ചെയ്തിട്ട് ഒട്ടും തന്നെ ആ ലാഗ് അടിപ്പിക്കാണ്ട് ആ ഒരു പേസ് മെയിൻറ്റെയിൻ ചെയ്യണതിന് ഇതിന്റെ എഡിറ്റിംഗ് അത്രയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫിലിമിന്റെ ഏറ്റവും ഹൈ ആയിട്ടുള്ള സംഭവമാണ് സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്. ഓരോ ബീറ്റും, ഓരോ സിറ്റുവേഷനും, ഓരോ മൊമെന്റ്സിനും അത്രയധികം എലിവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇതിന്റെ ആ ഒരു ഇന്റർവൽ ബ്ലോക്ക് ഒക്കെ സ്റ്റേജ് ചെയ്തേക്കുന്ന രീതിയും അവിടെ ഈ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളും ഗൂസ് ബംസ് ഇവോക്കിംഗ് രീതിയിലായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ഓവറോൾ ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് ഫിലിം. ഞാൻ പറഞ്ഞല്ലോ, ഫഹദ് ഫാസിൽ ആ ഒരു ഒറ്റ വ്യക്തിയാണ് ഈ ഒരു പടത്തിന് ഇത്രയധികം ലെവൽ മാറ്റിയത്. ആ ഒരു കരിസ്മയും, ആ ഒരു എനർജിയും, ആ ഒരു സ്ലാങ്, ആ ഒരു ഡയലോഗ് ഡെലിവറി എല്ലാം തന്നെ അത്രയധികം പക്കയായിട്ട് തന്നെ ഫഹദ് ഫാസിൽ ചെയ്തിട്ടുണ്ട്. നത്തിങ് എൽസ് ടു സേ, ഇറ്റ് വാസ് എ ഹെൽ ഓഫ് എ തിയേറ്റർ എക്സ്പീരിയൻസ്. ഇനിയാണ് നമുക്ക് വർഷങ്ങൾക്ക് ശേഷം റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ വിനീത് ശ്രീനിവാസൻ, ഒരു നല്ല ഒരു ഫീൽ ഗുഡ് ഫിലിം, ഒരു ടിപ്പിക്കൽ വിനീത് ശ്രീനിവാസൻ ക്ലീഷേ ഫിലിം എന്നുപരി ഞാൻ ഒരു നല്ല ഫീൽ ഗുഡ് ഫിലിം എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ആദ്യം തന്നെ ഈ പടത്തിലത്തെ ആൾക്കാരുടെ പെർഫോമൻസ് എടുത്ത് നോക്കാം. ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, വിനീത് ശ്രീനിവാസൻ ആസ് എ കാമിയോ റോൾ, അജു വർഗീസ്, ബേസിൽ ജോസഫ്, നിവിൻ പോളി, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ഒരു പടത്തിലുണ്ട്. ഈ ഒരു ഫിലിമിൽ തിളങ്ങി നിൽക്കുന്നത് ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലാണ്. ഈ ഒരു സിനിമയുടെ കഥ സെന്റർ ചെയ്തിരിക്കുന്ന ഈ 2 ഫ്രണ്ട്സിലാണ്. ഈ 2 ഫ്രണ്ട്സാണ് ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലിന്റെ ക്യാരക്ടർ. വളരെയധികം പ്രതീക്ഷകളും ആഗ്രഹങ്ങളോട് കൂടി ഈ 2 സുഹൃത്തുക്കൾ മദ്രാസിയിലേക്ക് പോയിട്ട് അവിടുത്തെ സിനിമാ ഫീൽഡിൽ ഒരു പേരുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. അവിടെ എത്തുമ്പോൾ ഈ 2 ഫ്രണ്ട്സിൽ ഒരാൾ വെച്ചടി കയറി പോകുമ്പോൾ മറ്റൊരാൾ ഡിപ്രഷനായിട്ട് നരകിച്ച് പോകും. ഈ 2 പേരുടെ തമ്മിലുള്ള ഒരു ഇമോഷണൽ കോൺഫ്ലിക്റ്റ്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ ഒരു പടത്തിൽ കാണിച്ചിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഈ ഒരു ഫിലിമിലായിരിക്കും. വേണു എന്നുള്ള ഒരു ക്യാരക്ടറിന് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഡെപ്ത് അത്രയധികം നമുക്ക് ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് തോന്നും. ആ ഒരു ക്യാരക്ടറിനെ വിനീത് ശ്രീനിവാസൻ സ്ക്രിപ്റ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന രീതി ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ധ്യാൻ ശ്രീനിവാസന്റെ പെർഫോമൻസ് അത്രയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇമോഷണൽ രംഗങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ അത്രയധികം ആംഗ്രി ആയിട്ടുള്ള സീൻസ് ആയിക്കോട്ടെ, എല്ലാത്തിനും അത്രയധികം നാച്ചുറൽ ഫ്ലോ കൊണ്ടുവരാനായിട്ട് ധ്യാൻ ശ്രീനിവാസനെ സഹായിച്ചിട്ടുണ്ട്. പ്രണവ് മോഹൻലാലിലേക്ക് വരുമ്പോൾ ഓക്കെ, ആ ഒരു ക്യാരക്ടറിന് മുരളി എന്നുള്ള ആ ഒരു ക്യാരക്ടറിന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു ചാർമും എല്ലാം തന്നെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാനായിട്ട് അത്രയധികം സഹായിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ, ഈ ധ്യാൻ ശ്രീനിവാസനെ വെച്ച് നോക്കുമ്പോൾ അത്രയധികം ഡെപ്ത് കൊടുത്തിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല മുരളിയുടെ. പക്ഷെ ഈ 2 ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു കെമിസ്ട്രി കൊണ്ടുവരാനായിട്ട് ധ്യാനും പ്രണവിനും അത്രയധികം സാധിച്ചിട്ടുണ്ട്. നിവിൻ പോളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനെ തന്നെ പാരഡി ചെയ്തിട്ടുള്ള ഒരു റോളാണ് നിതിൻ മോളി.
സെക്കൻഡ് ഹാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫുൾ നിതിൻ മോളി വന്നപ്പോൾ മുതൽ പടം അങ്ങനെ വെച്ചടി കയറ്റാണ്. അദ്ദേഹത്തിന്റെ കംബാക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാവരും അജു വർഗീസ് ആയിക്കോട്ടെ, നീരജ് മാധവ് ആയിക്കോട്ടെ, ബാക്കിയുള്ള എല്ലാവരും അത്രയധികം ഹ്യൂജ് കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ട്. എവരിബഡി ഹാസ് ഡൺ ആൻ അമേസിംഗ് ജോബ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് ആണ്. ഈ ഒരു ഫിലിമിന്റെ ഓവറോൾ മ്യൂസിക്കൽ, ഡ്രാമാറ്റിക്, അതുപോലെ തന്നെ ആ ഒരു ഫീൽ ഗുഡ് നേച്ചർ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ക്ലിഞ്ചും ക്ലീഷേ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്. വിനീത് ശ്രീനിവാസന്റെ ഹോൾ ഫിലിമോഗ്രഫി എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഇതേപോലത്തെ എലമെന്റ്സ് ഉണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ ഫിലിമിലും, ഈവൻ റീസെന്റ് ഇറങ്ങിയിട്ടുള്ള ഹൃദയത്തിൽ വരെ ആ ഒരു ക്രിഞ്ച് എലമെന്റ്സിന് അത്യാവശ്യം നാച്ചുറൽ ആയിട്ട് വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പടത്തിൽ വളരെ മൈനർ ആയിട്ടുള്ള കുറച്ച് ഇൻസ്റ്റൻസസിൽ മാത്രമാണ് ഇത് അത്രയധികം ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് പോകുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ ടൈം ഇതിനൊരു നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലോയിൽ കൊണ്ടുപോകാനായിട്ട് ഇതിന്റെ അത്യാവശ്യം സോൾഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് കൊണ്ടും അതുപോലെ തന്നെ ഇതിന്റെ ഒരു മ്യൂസിക്കൽ രീതിയിലുള്ള ഒരു എക്സിക്യൂഷൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രഫി, മ്യൂസിക്കും അതുപോലെ തന്നെ കോസ്റ്റ്യൂം ഡിസൈൻ, സെറ്റ് ഡിസൈൻ എല്ലാം തന്നെ നല്ല മനോഹരമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. അതായത് 50 വർഷത്തോളം ഉണ്ട് ഈ ഒരു കഥ. ആ ഒരു 50 വർഷത്തിന്റെ ആ ഒരു ജനറേഷണൽ ഗ്യാപ്പും ആ ഒരു ടൈം ഗ്യാപ്പും ആ ഒരു കാലഘട്ടത്തിന്റെ വിവരണവും എല്ലാം തന്നെ മനോഹരമായിട്ട് തന്നെ ഫ്രെയിമിൽ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പടത്തിന്റെ സ്ട്രക്ചറാണ്. ഫസ്റ്റ് ഹാഫ് ഫുള്ളും ഈ ഒരു രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു ഇമോഷണൽ കഥയാണ്. അവർ ഈ സിനിമ ഫീൽഡിലേക്ക് എത്തിപ്പെടുന്നതും അവിടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണതും അവസാനമാകുമ്പോൾ അവർ തമ്മിലൊരു കോൺഫ്ലിക്ട് ഉണ്ടാവുന്നതും ഈ രണ്ട് ക്യാരക്ടേഴ്സ് സെപ്പറേറ്റ് ബേസിലേക്ക് ആയി പോകുന്നതും ജേർണി ഇവിടെ അവസാനിപ്പിച്ചു എന്ന് നമുക്ക് പ്രേക്ഷകരിൽ നിലയ്ക്ക് നമുക്ക് കൺവിൻസ് ചെയ്യണതും ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് വരെ ഏകദേശം ഒരു ഡ്രാമ, ഇമോഷണൽ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ആ ഒരു ജോൺറയിൽ പോയിരുന്ന പടമാണ്. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ ഈ ഒരു ജോൺറ എൻറ്റയർലി ഷിഫ്റ്റ് ആവുന്നുണ്ട്. സിനിമയുടെ ഉള്ളിൽ സിനിമേനെ വെച്ചിട്ട് സിനിമേനെ വിമർശിക്കുക, സിനിമ വിത്തിൻ സിനിമ എന്നൊക്കെ പറയില്ല, അതായത് മെറ്റാ കോമന്ററി എന്നൊക്കെ പറയും. ആ ഒരു പരിപാടി എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. ഒരു സൈഡിൽ മാറുന്ന പ്രേക്ഷകരും മാറാത്ത സിനിമയും, മറു സൈഡിൽ മാറുന്ന സിനിമകളും മാറാത്ത പ്രേക്ഷകരും, അങ്ങനെ ഒരു ഡിവിഷൻ വെച്ചിട്ട് ആക്ഷേപഹാസ്യ രൂപേണ അവരെ മോക്കിയുന്ന ഒരു രീതി അത് വളരെയധികം എനിക്ക് വർക്കൗട്ട് ആയിട്ട് തോന്നി. എസ്പെഷ്യലി നീരജ് മാധവ്, നിവിൻ പോളി ഇവരെല്ലാവരും ശരിക്കും ഒരു പാരഡി ക്യാരക്ടേഴ്സ് ആണ്. നോട്ട് ഓൺലി ദാറ്റ്, സിനിമ ആസ് എ ഹോൾ അതൊരു ഇൻഡസ്ട്രി ആയിട്ട് അതിനെ ഒരുപാടധികം മോക്കിയുന്നുണ്ട്. ഈവൻ ഈ ഒരു പടത്തിന്റെ ലീഡ്സ് ആയിട്ടുള്ള ധ്യാൻ ശ്രീനിവാസിനെ, പ്രണവ് മോഹൻലാലിനെ വരെ ഇതിൽ ട്രോളുണ്ട്. അതൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് എക്സിക്യൂഷൻ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ആ ഒരു കഥയുടെ ആ ഒരു സ്കോപ്പിൽ നിന്നിട്ട് അത് വളരെയധികം ഓവറാക്കാണ്ട് നല്ല നാച്ചുറൽ ആയിട്ട് പ്രേക്ഷകർ മനസ്സിൽ ആ ഒരു സംഭവം ക്ലിക്ക് ആക്കിയ രീതി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പടത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയതും സെക്കൻഡ് ഹാഫാണ്. കാരണം ഫസ്റ്റ് ഹാഫില് ഓക്കെ ആ ഒരു കഥ, ആ ഒരു സ്റ്റോറി, ആ ഒരു രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള ആ ഒരു സ്റ്റോറി പോയി. പക്ഷെ സെക്കൻഡ് ഹാഫ് മുതൽ അവര് ഒരു സിനിമ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രയത്നം, അവിടെ കുറെ വീഴ്ചകൾ സംഭവിക്കുന്നതും പ്രൊഡ്യൂസർമാർക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റുന്നതും അവര് തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്ട്സ് വരലും അവരുടെ സ്ട്രഗിൾസും എല്ലാം തന്നെ നറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു രീതി വളരെയധികം ഫ്രഷ് ആയിട്ട് തന്നെ തോന്നി. ഓവറോൾ ഐ എം വെരി സാറ്റിസ്ഫൈഡ്. ജസ്റ്റ് ഒന്ന് മനസ്സിൽ ചിരിക്കാനും ഒരുപാട് കൈയടിക്കാനുമുള്ള ഒരു സോളിഡ് ഫിലിം. ആൻഡ് ഐ തിങ്ക് ഇനി വളർന്നു വരുന്ന ഫിലിം മേക്കേഴ്സിനൊക്കെ വളരെയധികം ഇൻസ്പിറേഷൻ ആവാൻ പോകുന്ന സിനിമയായിരിക്കും. ദ ഫാക്ട് ഈസ് സിനിമ ഈസ് ചേഞ്ചിങ്. വി ആസ് എ ഫിലിം മേക്കർ ഓർ ആസ് എൻ ഓഡിയൻസ് നമ്മൾ അതിന്റെ ഒപ്പം തന്നെ മാറിയില്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ വാല്യൂ നഷ്ടപ്പെടും. ഞാൻ വീണ്ടും പറയുന്നു, ഒരു പക്കാ ഫീൽ ഗുഡ് പടം. ആവേശം പോലെ അത്രയും ഫൺ ഫീൽഡ് ആയിട്ടുള്ള ഒരു എന്റർടൈനർ അല്ല. ജസ്റ്റ് ഒരു ഫാമിലി ഓഡിയൻസിന് അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള സിനിമ ലവറിനൊക്കെ പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു ഫിലിമാണ് വർഷങ്ങൾക്ക് ശേഷം. എ ട്രിബ്യൂട്ട് ടു സിനിമ. ഇഫ് യു ആസ്ക് മീ ഇഫ് ഐ വുഡ് പ്രിഫർ ആവേശം ഓർ വർഷങ്ങൾക്ക് ശേഷം, ഐ വുഡ് സേ ദിസ്. ഒരു വശത്ത് നമുക്ക് അത്രത്തോളം ഫൺ ഫീൽഡ് ആയിട്ടുള്ള എന്റർടൈനിങ് ആയിട്ടുള്ള അത്രത്തോളം ബ്ലാസ്റ്റ് ഓഫ് എ ഫിലിം ഉണ്ട്. മറു സൈഡിൽ കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടുള്ള കുറച്ചുകൂടി ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു മെസ്സേജ് പറയുന്ന സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ട് ഫോമിനെ ക്രിട്ടിസൈസും റെസ്പെക്റ്റും ചെയ്യുന്ന ആ ഒരു ട്രിബ്യൂട്ട് നൽകുന്ന ഒരു പടം. ഈ രണ്ട് ഫിലിംസിനെ കമ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഒരാളല്ല. എനിക്ക് ഈ രണ്ട് ഫിലിംസും അത്ര അധികം ഇഷ്ടപ്പെട്ടു. ഈ രണ്ട് പടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള പടം ഏതാണെന്ന് താഴെ കമന്റ് ബോക്സിൽ പറയാം. ഞാൻ പറഞ്ഞു, ഞാൻ നിർത്തുന്നു. വിൽ കാച്ച് യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. എടാ മോനെ, നീ പോയില്ലേ?